ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിസ്ത കേക്കാണ് കേട്ടോ. പിസ്ത ഇല്ലാത്തവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് തന്നെയാണ് കേട്ടോ. പിസ്തയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ, അവർക്ക് പോലും ഇഷ്ടമാവും. അത്രയ്ക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട് കേട്ടോ. മൈദ നിറച്ചെടുത്തിട്ടില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഇത് അരിപ്പയിലിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ 1 കപ്പ് മൈദ തന്നെ എടുത്താൽ മതി. പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും കേട്ടോ പാൽപ്പൊടി ചേർക്കുമ്പോൾ. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാനില എസൻസ് ആണെങ്കിൽ അതിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് സ്റ്റിഫായാൽ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പൊടിച്ച പഞ്ചസാര എടുക്കുകയാണെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതി. ഇത് നല്ല സ്റ്റിഫായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാട്ടെ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ടൈഗറിൻ്റെ പിസ്ത മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് ചേർക്കാവുന്നതാണ്. ആദ്യം ഇത് കുറച്ചൊന്ന് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി കളറ് കിട്ടാനായിട്ട് ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാട്ടോ. ഇത് ലോ സ്പീഡിലിട്ടിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മൈദ മിക്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ടാപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കുറച്ച് ബാറ്റർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇത് ഓവനിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. 25 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്കുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഈ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഷുഗർ സിറപ്പ് അല്ലാട്ട മിൽക്കിൻ്റെ മിക്സാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാലും പഞ്ചസാരയും കൂടി ഞാൻ ചൂടാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാവുന്നതാണ്. ഇതിൽ നമുക്കിനി പിസ്തയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതിൽ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് 2 ലെയറായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള ഈ ഭാഗമുണ്ടല്ലോ, ഇത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് കളയണ്ട കേട്ടോ, ഇത് ചുമ്മാ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് മിൽക്ക് മിക്സ് വെറ്റ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ, എങ്കിലേ കേക്ക് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ.
ഇനി നമുക്ക് ക്രീം ഇട്ട് കൊടുക്കട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ട് നമുക്ക് മിൽക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ക്രീം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ബാക്കിയുള്ള ബാറ്ററും കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള മിൽക്ക് മിക്സ് മുഴുവനും ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഇത് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ജ്യൂസിയാണ് കേട്ടോ. ഇത് കൊള്ളാട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും മടിക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.